മല്ലു മേപ്പിൾ ടൈൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ വർഗീസ് ഉണ്ട്, നന്ദനയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഫിഷിങ്. അപ്പം നമ്മൾ ഇന്ന് നനീമോയിൽ ഇവിടെ ഉള്ള ഡാമിൻ്റെ ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഇവിടെ നമ്മളിന്ന് പിടിക്കാൻ പോകുന്ന ഫിഷാണ് റെയിൻബോ ട്രൗട്ട്, മഴവെല്ല് ട്രൗട്ട്. ഇതിനെ നമ്മളിന്ന് പിടിച്ചിട്ട് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് തിന്നാനുള്ളതാണ് പരിപാടി. നമ്മുടെ ഷേബ ഇന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. നല്ല രസമില്ലേ ഗൈസ്, എന്ത് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കാലാവസ്ഥ സ്പ്രിംഗ് ആണേ. അപ്പോൾ സ്പ്രിംഗ് ആയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വെതറൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോഡ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ റീല്. ഇത് നമ്മൾ സ്പിന്നിങ് റീലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോർക്ക് ഹാൻഡിലായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഉള്ള അഗ്ലി സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഗ്രാഫൈറ്റ് റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫിഷിങ്ങിൻ്റെ നമ്മുടെ ഇന്നത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഫ്ലോട്ട് മേളിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്ലോട്ടിൻ്റെ താഴെ ഒരു എഗ്ഗ് സിങ്കർ വെയിറ്റ് ഉണ്ട്. പിന്നെ വെയിറ്റിൻ്റെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടേ, അറ്റത്തോട്ട് വരുന്നുണ്ടേ ഇവിടെ ഒരു ലീഡർ ലൈന്. പിന്നെ ലീഡറിൻ്റെ അറ്റത്തായിട്ട് ഇതുണ്ടോ ഒരു ഗാർലിക് ഫ്ലേവേർഡ് ആയിട്ടുള്ള വൈറ്റ് പവർ ബേറ്റും ഇട്ടിട്ടുണ്ട്. പിസിഫോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത്. ഇതിൻ്റെ സ്പിന്നിങ് റീൽ നമ്മളിത് ബ്രെയ്ഡ് ലൈനാണ് ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ ഇതിന് അടിയിലൊക്കെ ഇത്തിരി പായലുണ്ട്. നമ്മൾ ഡീപ്പ് വാട്ടർ ചെയ്യുന്നുണ്ടേ ഈ പായലൊക്കെ കട്ട് ചെയ്ത് വരും ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ഫിഷിങ്ങിന് ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് വാട്ടറല്ല ചെയ്യുന്നത്, നമ്മൾ സർഫസിൽ നിന്നുള്ളത് താഴേക്ക് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഇടുവാണ് കേട്ടോ. അപ്പോൾ മേളിൽ നിന്നാണ് ഈ ബെയ്റ്റ് ഫിഷിന് പ്രസൻ്റ് ആവുന്നത്. അപ്പോൾ അതാണ് നമ്മളും ചെയ്യുന്നത്. സ്പ്രിങ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ജോബിനും ഷേബയും എത്തിയിട്ടുണ്ട്. ആ ഓക്കെ, കുറേ നാളായി നിങ്ങൾ ഷേബേനെ കണ്ടിട്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഷേബ എന്തിയെന്ന്. ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഞങ്ങളുടെ ബെയ്റ്റ് ബോക്സ്, ലൂർ ബോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ നോക്കിയിട്ട് ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല, മീനുകളൊന്നും ഇങ്ങനെ തുള്ളി കളിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഈവനിങ് കഴിക്കുന്നുണ്ടേ. ഇതുണ്ട്, അവിടെ കണ്ടോ തുള്ളി കളിച്ചുണ്ട് ഇപ്പം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ സോറി എറിയട്ടെ, ഞാൻ ഇനി വലിച്ചെറിയാൻ പോവാണേ. നല്ല വെതർ, തണുപ്പൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ എടുത്തിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഒറ്റയേറ് കണ്ടോ പോകുന്നുണ്ടോ. ആ പിന്നെ നമുക്കിപ്പോൾ വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിൻ്റെ ഹെഡ് ഓറഞ്ച് സാധനം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരിക്കും. നമ്മൾ ഈ ഫ്ലോട്ട് താഴെ പോകുന്ന ഒറ്റ വലി നമ്മളിങ്ങനെ വലിക്കും. അന്നേരം ഈ മീനിൻ്റെ അണ്ണാക്കിനകത്ത് ഈ ഹുക്ക് കുടുങ്ങി നമ്മളിതിനെ വലിച്ചെടുക്കും. ഇവിടെ വന്ന് തല്ലിക്കൊല്ലും, നീ വീട്ടിൽ കൊണ്ടിലും വറുത്ത് തിന്നും. എന്ത് ക്രൂരനാണോ? പിന്നെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇച്ചിരി വർഗീസ് ഉണ്ട് ഗൈസ്. ഇവനാണെങ്കിൽ ഇവന് ജാതി സൈക്കോയാ അവന്. ക്രൂരത കുറയ്ക്കാനോ? ബ്ലഡി ഫുൾ ഗൈസ്. വർഗീസിന്റെ പരിപാടി എന്ന് വെച്ചാൽ മീനെ കിട്ടിയാണെങ്കിൽ ആദ്യം എടുത്തെങ്കിൽ ചെതുമ്പല് പൊളിക്കും. ഇതിനെ കൊല്ലത്തില്ല, ചെതുമ്പലൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി വെക്കും. എന്ത് നെഗറ്റീവ് ഫാൻസ് ആണോ? നെഗറ്റീവ് ഫാൻസ് പറഞ്ഞാൽ നമുക്ക് ഫാൻസ് പോലും ഇല്ലടാ. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. ശ്രീജിത്ത് കാനഡയിലുള്ള മീനെ പറ്റി പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് തന്നെ. കണ്ടോ വർഗീസിന്റെ പോകുന്ന പോക്കുണ്ടോ, അങ്ങ് പോയി കണ്ടോ. അതെ, ജോബിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടോ, കളകളും ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് സ്പ്രിങ് വൈബ് ഇരിക്കുക. മിന്നാമിനിയാ നമ്മുടെ ഇത് കണ്ടോ. ഇവിടെ ആണെങ്കിൽ വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആണേ, ഭയങ്കര ട്രാൻസ്പെറൻറ്റ്. അതായത് നിങ്ങൾ നോക്കിയേ കണ്ടോ, നല്ല രസമുണ്ട്, നല്ല പളപളാന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഗൈസ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ട് വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട്. എടാ എന്തുകൂടെ ചാടിയ അവിടെ, എന്തുകൂടാ അത്? കൊമ്പനാന്ന് തോന്നുന്നു. ശ്രാവ്. എടാ പക്ഷെ ഇച്ചിരി ലേറ്റ്. അത് എടാ താഴോട്ട് ഒഴുക്കുണ്ടെടാ, കാരണം അതുവഴി ഓടി താഴത്തെ അടി ഒഴുക്കും. ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ഈവനിങ് സമ്മറിലല്ലേ സ്പ്രിങ്ങിലൊക്കെ വന്നിരുന്ന് നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ.
മുടി കളർ ചെയ്ത് മുടി കളർ ചെയ്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് ബിലോ. കുലിക്കാതെ യെസ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ വർഗീസ് മെയിൻ ഫിഷർമാൻ ആയ വർഗീസ് മാത്യുവിന് ഈ വർഗീസ് എന്ന് പറഞ്ഞ കഴിവുള്ളവനാണ്. ഞാൻ ഇങ്ങോട്ടുണ്ടോ പൊട്ടിക്കല കളയല്ല. കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ട്രൗട്ടിങ് കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വർഗീസ് മെയിൻ പക്ഷെ അല്ലല്ല പക്ഷെ വർഗീസിനെ ഫിഷ് ചെയ്യാൻ പഠിപ്പിച്ച ഞാന്. എടാ ജോബിനെ നീ നമ്മുടെ മനം കളയല്ലോ കേട്ടോ. ഇതാണ് നമ്മുടെ റെയിൻബോ ട്രൗട്ട്. പാവം ശ്വസിക്കാൻ വേണ്ടിട്ട് കണ്ടോ നിങ്ങൾ ഇതിന്റെ ഡ്രസ്സ് കണ്ടോ? ആണോ ആണോ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഷെവച്ച് ഇതുണ്ട് ഇതിന്റെ ദേഹത്തുള്ള ഈ റെയിൻബോ പോലത്തെ ഇങ്ങനെ ഒരു മഴവിൽ കളർ കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെയിൻബോ ട്രൗട്ട് എന്ന് വിളിക്കുന്നത്. വേണ്ട ഓ പോയി. അമ്മനെ പാത്തേ അപ്പാത്തി തേന അപ്പാത്തിത്തോ അപ്പാത്തി തേന. എടാ അത് ഇങ്ങോട്ട് വരുമായിരിക്കോടാ. പിന്നെ വർഗീസ് ആയിരിക്കും ഹീറോ അല്ലേ? സിംഗിൾ അവനൊരു വാഹയുണ്ടല്ലേ നാട്ടിൽ പരിപാടി. നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പുഴ. എടാ ഇവിടെ വന്നിട്ട് ഞാനല്ലടാ നിനക്ക് റോഡ് കാണിച്ചു തന്നത്. അന്നേരം അവന്റെ ഫ്രണ്ടിൽ പുഴ ഉണ്ടായിരുന്നു. എന്റെ റോഡും പോയി ഫ്ലോട്ടും പോയിച്ചിരിക്കും. എനിക്ക് ദേഷ്യം വരുന്നിരിക്കും. അതിന് മുമ്പ് ഇവർ അമ്മ വറുത്ത് കൊടുക്കുന്ന തിന്നാണ്ട് വന്നതാണ് ഈ മൂക്കളച്ചാണ്ടി ചെറുക്കനാണ് ഈ പറയുക. അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ പുഴ ഉണ്ടായിരുന്നത്. ആ ഫുള്ള് പറ. പെടുത്ത് ചാടാനുള്ള പ്രായമായിട്ടുള്ളൂ. ഇവിടെ ചാടുന്നടാ പിടിയടാ. എന്റെ റോഡ് പൊട്ടിയോണ്ടല്ലേ ഞാനിപ്പോ പിടിച്ചേനെ. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഇന്നത്തെ വിശേഷം പറയട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ വളരെ ഫാർ എൻഡിലേക്ക് കാസ്റ്റ് ചെയ്ത വഴിക്ക് എൻ്റെ ഫ്ലോട്ട് പൊട്ടിത്തെറിച്ചങ്ങ് പോയി. തുറന്നു അതല്ല ഞാനിങ്ങനെ കാസ്റ്റ് ചെയ്ത വഴിക്കുണ്ടല്ലോ. അതുകൊണ്ടല്ലോ ഞാനിങ്ങനെ ഒരുപാട് ദൂരെ ഞാൻ അങ്ങനെ കാസ്റ്റ് ചെയ്ത വഴിക്ക് പോയി. എന്താ ചെയ്യാനാ ഇപ്പം വേറെ കുറച്ച് ട്രൗട്ടിനെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ എറിയുന്ന വഴിക്ക് ഷഡിക്ക് അങ്ങനെ ഉടക്കി കഴിഞ്ഞാൽ ഷഡ്ഡി വലിച്ചുകൊണ്ടൊക്കെ പോകും. യെസ് അങ്ങനെ ജോബിൻ്റെ ക്രിയാത്മകമായ കല്ലേറിൽ കൂടെ നമുക്ക് ഓളങ്ങൾ സൃഷ്ടിക്കാൻ പറ്റി. ആ ഓളത്തിലൂടെ നമ്മുടെ ഫ്ലോട്ട് തെന്നിത്തെറിച്ച് വന്ന് എൻ്റെ കൈകളിലേക്ക് കയറി. യെസ് പിന്നെ ഇതെല്ലാം നമ്മൾ പിടിച്ചേക്കുന്നതെല്ലാം ഉണ്ടല്ലോ. ഇത് നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞു ഇതൊക്കെ ഫാം സ്റ്റോക്ഡാ. അതുകൊണ്ട് ഇതിൻ്റെ മീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ എന്നാൽ അത്ര പിങ്ക് കളറുണ്ടോ ഇതിൻ്റെ മീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. കാരണം ഹാച്ചറിയിൽ നിന്ന് ഈ മീനെ ഇത് കൊണ്ടുവന്ന് വെച്ച് അവിടെ ഇതിനെ വിരിയിച്ച് കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഇവർ നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് റെക്രിയേഷണൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലേക്ക് ആയതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇതിനെ ഡംപ് ചെയ്യും. എനിക്ക് തോന്നുന്നൊരു ഈ സൈസിനെക്കാട്ട് ഇച്ചിരൂടെ ചെറിയ സൈസ് ഡംപ് ചെയ്തായിരിക്കും അല്ലേടാ? അത്രേ ഉള്ളൂ അല്ലേ? ഭയങ്കര ചെറുത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കിടന്ന് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു തോന്നുന്നു. ഒരു 2 വർഷം പഴക്കമുള്ള മീനായതെന്ന് എനിക്ക് തോന്നുന്നു. 2 വയസ്സ് കാണും ഇതിന്. അപ്പം നമുക്ക് ഇതിനെല്ലാം എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം. ഇതിനകത്ത് ഈ പിങ്ക് അല്ല ഒരു ഓറഞ്ച് കളർ ഈ മീറ്റ് ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അവനെ ക്ലീൻ ആക്കി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഈ മീനാണെങ്കിൽ ഉണ്ടല്ലോ ലെമനാണെങ്കിൽ ഭയങ്കര സ്ലൈമി ഇവനങ്ങ് തെന്നി കളിക്കുക നമ്മുടെ കൈ കിടന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ഇതുണ്ട് കയ്യിലൊക്കെ ഇല്ലേ ഭയങ്കര സ്ലൈമി ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഇതിൻ്റെ അവിടെ കിടക്കട അവിടെ നല്ലപോലെ നമ്മൾ ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞ്. പക്ഷേ എന്നാലും കണ്ടത് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ കണ്ടത് ഇതിൻ്റെ ഈ കറുത്ത പുള്ളിയും പിന്നെ ആ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ഭയങ്കര ഭംഗിയായത് കാണാൻ. അതിൻ്റെ സ്ലൈമിനെസ് ഒക്കെ പോയി. നമ്മൾ ഇച്ചിരി ഉപ്പും വിനാഗിരിക്കകത്തിട്ട് കഴുകിയെടുത്ത് ഇതിനകത്തേക്ക് അങ്ങോട്ട് അധികം മൂർച്ചയില്ല. ഈ ഒരു തിക്നെസ്സിലാണ്. ഇതുണ്ടോ
ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഫ്രെയിം ഔട്ട് ആകുന്നുണ്ടോ നോക്കണേ. അയ്യോ ടൈം ലാപ്സ് ഇല്ല, ഇത് അതിൻ്റെ ഷോട്ടല്ലേ ഇത്. ഇത് ഈ മീൻ കണ്ടോ നിങ്ങൾ, ഇത് ഇച്ചിരി ചെറിയ സൈസായിരുന്നേ, പക്ഷേ ഇത് കണ്ടോ അത്ര ഓറഞ്ച് ഇല്ല മറ്റേൻ്റെ അത്രയും. അപ്പം മീനിൻ്റെ ഈ സൈസ് കുറയുന്നതനുസരിച്ച് ആ ഒരു ഓറഞ്ച് കളർ കുറയും. പക്ഷെ നമ്മുടെ മറ്റേ വലിയ മീൻ കട്ട് ചെയ്തതിൻ്റെ ഓറഞ്ച് ടെക്സ്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ അതിനകത്ത് കുറച്ചൊരു ഓറഞ്ച് ഉണ്ട്. നിങ്ങൾ ഇതിന് നമ്മളും കൂടെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് അത്ര ഇല്ല, പക്ഷെ അത്യാവശ്യം നല്ല ഓറഞ്ച് ഉണ്ട്. പിന്നെ ഈ ഭാഗമൊക്കെ കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫാറ്റ് കണ്ടോ ഇവിടെ, ഈ ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഭയങ്കര ഫാറ്റുള്ളൊരു പാർട്ടാണ് അത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല ഇടൽ ചടങ്ങിലേക്കാണ് ഇനി കയറുന്നത്. നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ലേശം എരിയുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി ഇല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പൊടിക്കൊരിച്ചിരി പിരിയൻ മുളക് ഇട്ട് കേട്ടോ. ലേശം മഞ്ഞൾ, ഉപ്പ്, പിന്നെ നമ്മുടെ ലേശം ഗാർലിക് പൗഡർ. മിക്സ്. ഞാൻ ഈ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കത്തില്ല. കാരണം ഒരുപാട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഈ ഉപ്പുള്ളതുകൊണ്ട് ഈ മീനകത്തുനിന്ന് ഇത് വെള്ളം ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് അത്ര ഒരു സുഖം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാക്സിമം ഇരിക്കട്ടെ. അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ സ്റ്റൗവൊക്കെ കത്തിച്ച് പാനൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ തലയുണ്ടല്ലോ മുഴുവനായിട്ട് ഇടാതെ തല ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ മുറിച്ച് നടുക്കൂടെ മുറിച്ചിട്ടങ്ങിട്ട്, അതാകുമ്പോൾ ഒരു രസമുണ്ടത്. അത് കുക്കാവാനും നല്ല ഇതാണ്, അല്ലെ തലയുടെ അകത്തോട്ടൊരു ഇത് വരില്ല. ഇതിനൊക്കെ എന്ത് വേണം, നമ്മുടെ തല ഉപയോഗിക്കണം ഇതിനൊക്കെ. കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. അപ്പോൾ ഇത് ഇങ്ങനെ വറുത്ത് അത് ഏകദേശം ഈ ഒരു ടെക്സ്ചറായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കങ്ങ് നിർത്തി ഇത് കോരിയെടുക്കാം. തല ഒരിത്തിരി കരിഞ്ഞ്, പക്ഷേ ഒന്നും കുഴപ്പമില്ല. ഇവിടെ വെച്ച് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ടുകൂടെ അതിനെ ആയിക്കോളൂ വരുന്നു.